ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെന്നും വീഡിയോയിൽ കാണാറുണ്ടല്ലോ എബിക്കുട്ടൻ സ്കൂളിലൊക്കെ പോകുന്നത്, അതും കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. ഇന്ന് എബിക്കുട്ടന് യൂണിഫോം ഒക്കെ കിട്ടിയിരിക്കുകയാണ്. സോ അപ്പോൾ ഇന്ന് അവൻ യൂണിഫോം ഇട്ടിട്ടാണ് ഇന്ന് സ്കൂളിലേക്ക് പോകുന്നത്. എബിക്കുട്ടൻ സ്കൂളിലൊക്കെ പോകുമ്പോൾ അതും കളർ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുമ്പോൾ ഒരു സ്കൂളിൽ പോകുന്ന ഒരു ഫീലിംഗ് ഇല്ല. ഇന്നപ്പം കളർ ഡ്രസ്സല്ല, ഇന്നപ്പം യൂണിഫോം ഇട്ടുകൊണ്ട് പോകുമ്പം ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. പിന്നെ ആ മൂമെൻ്റ് ഒരു സ്പെഷ്യൽ മൂമെൻ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അതിൻ്റെ വീഡിയോ എടുക്കാമെന്നും വിചാരിച്ചു. അങ്ങനെ രാവിലെ എണീറ്റ് തന്നെ എൻ്റെ പണികളെല്ലാം ഞാൻ തുടങ്ങി. അപ്പോൾ ഇന്ന് രാവിലെ ആണെങ്കിൽ തുണി നനയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ക്ലൈമറ്റും ഇന്ന് ആകെ മൂടിയായിട്ടിരിക്കുകയാണ്. എന്തായാലും തുണി നനച്ചിടാം. അങ്ങനെ ഇച്ചായനും ബേബിക്കുട്ടനും ഉറങ്ങി എണീറ്റു. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഇച്ചായനാണെങ്കിൽ അവനെ ബ്രഷ് ചെയ്യാൻ കൊണ്ടുപോയി. ഒറ്റയ്ക്കാണെങ്കിൽ ബ്രഷൊക്കെ ചെയ്യും, പിന്നെ ലാസ്റ്റൊക്കെ ആകുമ്പോൾ നമ്മളൊന്നൊരു ഫൈനൽ ടച്ച് കൊടുത്തേ പറ്റുള്ളൂ. അങ്ങനെ എബിക്കുട്ടനാണെങ്കിൽ ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ഗ്ലാസ് പാല് കൊടുത്തു. പിന്നെ ഞങ്ങളാണെങ്കിൽ ചായയും കുടിക്കുകയാണ്. ഇപ്പോൾ ഭയങ്കര തണുപ്പാണ്, അതുകൊണ്ട് രാവിലെ എണീക്കാൻ ഭയങ്കര മടിയാണ്. ഇപ്പം മഴയും കൂടി പെയ്യുന്നതുകൊണ്ട് പിന്നെ പറയേ വേണ്ട, തണുപ്പ് കൂടിയിരിക്കുകയാണ്. ബ്രഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എബിക്കുട്ടൻ ഓടിപ്പോയി ബ്ലാങ്കറ്റിൻ്റെ അകത്ത് പോയി കയറിയിരിക്കുകയായിരുന്നു. അപ്പോൾ എബിക്കുട്ടന് വേണ്ടി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുകയാണ്. അപ്പോൾ ഇന്ന് പൂരിയും ലെമൺ റൈസുമാണ്. സ്നാക്സ് ബോക്സിലേക്ക് എബിക്കുട്ടനാണെങ്കിൽ ഇന്നലെ തന്നെ ഇച്ചായനാണെങ്കിൽ മാംഗോയും ഡ്രാഗൺ ഫ്രൂട്ടും മേടിച്ചു. ഇത് രണ്ടും എബിക്കുട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നലെ ഇച്ചായനാണെങ്കിൽ 3 മാംഗോ മേടിച്ചുകൊണ്ട് വന്നു. അതിൽ നിന്ന് ഒരു മാംഗോ ഇന്നലെ തന്നെ ഞങ്ങൾ കഴിച്ചു നോക്കി. എന്ത് മധുരമായിരുന്നു, അപാര ടേസ്റ്റായിരുന്നു. അങ്ങനെ അവൻ്റെ ടിഫിൻ ബോക്സ് എല്ലാം റെഡിയായി. കുളിപ്പിക്കുന്ന എല്ലാം ഇച്ചായൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. എബിക്കുട്ടൻ യൂണിഫോം ഒക്കെ ഇട്ട് റെഡിയായി. സോ ഇതാണ് അവൻ്റെ യൂണിഫോമിൻ്റെ കളറ്, റെഡ് കളറാണ്, കണ്ണടിച്ചു പോകും. ഞങ്ങളുടെ ലിറ്റിൽ ഡെറിക്കാണെങ്കിൽ യൂണിഫോം ഒക്കെ ഇട്ടപ്പോഴത്തേക്ക് വലിയ കുട്ടിയായി. LKG UKG കാർക്കേ ഉള്ളൂ ഈ കളർ യൂണിഫോം. പിന്നെ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകുമ്പോൾ കളർ മാറുകയാണ് യൂണിഫോമിൻ്റെ. ഒരു ബ്രൗൺ കളറാണ്, അത് കാണാൻ നല്ല ഭംഗിയാണ്. രാവിലെ നല്ല മഴയാണ്, അതുകൊണ്ട് റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. ഇച്ചൂട്ടനും ഉറങ്ങി എണീറ്റു. രാവിലെ ഷൂവിൻ്റെ കാര്യത്തിൽ ഒരു വലിയ തർക്കമായിരുന്നു. അവൻ എന്നും കളർ ഷൂ ആയിരുന്നല്ലോ ഇട്ടുകൊണ്ട് പോകുന്നത്. ഇന്ന് ബ്ലാക്ക് ഷൂ വേണ്ട, അവന് യെല്ലോ ഷൂ മതി എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു ഇനി മുതൽ നമ്മൾ ബ്ലാക്ക് ഷൂ ഇടാൻ പാടുള്ളൂ, കളർ ഷൂ ഇടാൻ പാടില്ല. എങ്ങനെയൊക്കെയോ കൺവിൻസ് ചെയ്തവനെ സ്കൂളിൽ വിട്ടു. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ലഞ്ചെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ എബിക്കുട്ടനെ സ്കൂളിൽ പിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഉച്ചയ്ക്കാണെങ്കിൽ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളും കൂടെ പോയി. മഴയാണെങ്കിൽ ഞങ്ങൾ പോവാറില്ല. ഇച്ചൂട്ടനാണെങ്കിൽ എബിക്കുട്ടൻ്റെ സ്കൂൾ വിടുന്ന ടൈമിംഗ് ഒക്കെ കറക്റ്റായിട്ട് അറിയാം. ഇച്ചായൻ പോകുന്ന സമയത്ത് ഇവനും പോകണം. സോ എന്തായാലും ഞങ്ങളും വിചാരിച്ചു ശരി അവനെ പിക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങളും പോകാമെന്ന്. സ്കൂളിലെത്തിയപ്പോൾ ആകെ 3-4 കുട്ടികൾ മാത്രമേ ഉള്ളായിരുന്നു, ബാക്കി എല്ലാവരും പോയി. അങ്ങനെ ഇച്ചൂട്ടനാണെങ്കിൽ ഇപ്പോഴേ സ്കൂളിൽ പോകേണ്ട പ്രാക്ടീസൊക്കെ എടുക്കുകയാണ്. എബിക്കുട്ടൻ്റെ ക്ലാസ് ടീച്ചറാണെങ്കിൽ ഇച്ചൂട്ടൻ്റെ കയ്യിൽ സ്റ്റാറൊക്കെ വെച്ച് കൊടുത്തപ്പോഴത്തേക്ക് ചെറുതായിട്ട് എബിക്കുട്ടൻ ഒരു പൊസസീവ്നെസ് ഉണ്ടായിരുന്നു. രാവിലെ പോയ കോലമല്ല തിരിച്ച് ഉച്ചയ്ക്ക് വരുമ്പോൾ എബിക്കുട്ടൻ്റെ ഷർട്ടയിലാണെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ സ്റ്റെയിൻ എല്ലാം ആക്കിയിരിക്കുകയാണ്. ഫസ്റ്റ് ഡേ തന്നെ ഈ കോലമാണെങ്കിൽ ഇനിയും കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ എന്തുമായിരിക്കും അവസ്ഥ. വഴിയിൽ മൊത്തം ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എങ്ങനെയാണ് ഇനി ആ സ്റ്റെയിൻ കളയുന്നതെന്ന്. അങ്ങനെ എബിക്കുട്ടനാണെങ്കിൽ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു കടയുണ്ട്, അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഐസ്ക്രീം മേടിച്ചു. പക്ഷേ ഐസ്ക്രീം മേടിക്കാനൊന്നുമല്ല അവൻ പോയത്. പിന്നെ അവിടെ ആണെങ്കിൽ ടോയ് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ മുകളിലായി. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്. ഇനി അടുത്ത പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ബൈ.